ഇനി വക്കീൽ ഈ കേസ് വാദിക്കുകയും വേണ്ട. സച്ചി, ഇനി ഒരിക്കലും വക്കീൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. പിന്നെ ഞാൻ തരാനുള്ള ഫീസ് അത് എത്രയാണെങ്കിലും 1 രൂപ ബാക്കിയില്ലാതെ മൊത്തവും ഞാൻ തന്നു തീർത്തിരിക്കും. ഒരു ദിവസത്തേക്ക് കേസ് ഒന്ന് മാറ്റി വെച്ചോന്ന് കരുതി അതിനർത്ഥം കേസ് കോടതിയിൽ നിന്ന് പിൻവലിച്ചൊന്നല്ല. ഇതിനേക്കാളും ഭേദം അതായിരുന്നു വക്കീലെ. എന്നോട് വക്കീൽ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയരുത് സച്ചി, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. സച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കോ? കോടതിയിൽ ഞാൻ അന്വേഷിച്ചു. അപ്പോഴല്ലേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത്. എന്ത് മനസ്സിലായെന്ന്? വക്കീല് കാല് മാറിയതാണെന്ന കാര്യം അവിടെയുള്ള ബാക്കി വക്കീലന്മാരൊക്കെ എന്നോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ഗോകുൽരാജിന് വേണ്ടി വക്കീൽ കൊടുക്കുന്ന ഗുരുദക്ഷിണയാണെന്നാ കോടതിയിലുള്ളവർ പറയുന്നത്. കോടതി മുറിയിൽ അപമാനിക്കപ്പെടാതെ അഡ്വക്കേറ്റ് ഗോകുലിനെ എന്റെ വക്കീല് രക്ഷിച്ചു. അതല്ലേ വക്കീലെ ശരി? സച്ചി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലെ അല്ല. ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സമയം ഇതല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാ ഞാനത് മാറ്റിവെച്ചത്. ആര് പറഞ്ഞു സമയം ഇതല്ലാന്ന്? ഇത് തന്നെയാണ്. ഇന്നലെ ഗോകുൽ വക്കീല് കാണാൻ വന്നിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞു. വക്കീല് കേസ് മാറ്റിവെച്ചത് അയാൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് എല്ലാരും ഇപ്പൊ ചിരിക്കുന്നുണ്ട്. സച്ചി, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതും വിശ്വസിച്ച് എന്നോട് സംസാരിക്കരുത്. ഗോകുൽ സാർ എന്നെ കാണാൻ വന്നു എന്നുള്ളത് സത്യമോ? പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ ഈ കേസ് മാറ്റിവെച്ചത്. അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ സമയം ഇതല്ലാന്ന് വക്കീൽ സ്വയം അങ്ങ് തീരുമാനിച്ചു അല്ലേ? കേസ് തന്നത് ഞാനാ. കേസ് മാറ്റിവെക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും വക്കീൽ കാണിച്ചില്ല. അതിനു മുന്നേ കളമാറി ചവിട്ടാൻ തീരുമാനിച്ചു. ആട്ടെ, എന്ത് കിട്ടി? എന്നിട്ട് അയാളെന്താ ഓഫർ ചെയ്തേ? സച്ചി എന്നെ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാ. കൂടുതൽ ലാഭം കിട്ടിയ കച്ചവടം നടന്നപ്പോ ലാഭമില്ലാത്ത എന്റെ കച്ചവടം വക്കീൽ നിർത്തി. വക്കീലിനെ കുറിച്ചുള്ള എന്റെ ധാരണകളൊക്കെ തെറ്റിപ്പോയി. നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരെല്ലാം ഇതുപോലെ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം വക്കീലെ? ഇനി വക്കീലിന്റെ ഒരു വിശദീകരണം എനിക്ക് വേണ്ട. ഇനി വക്കീൽ ഈ കേസ് വാദിക്കുകയും വേണ്ട. സച്ചി, ഇനി ഒരിക്കലും വക്കീൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. പിന്നെ ഞാൻ തരാനുള്ള ഫീസ് അത് എത്രയാണെങ്കിലും 1 രൂപ ബാക്കിയില്ലാതെ മൊത്തവും ഞാൻ തന്നു തീർത്തിരിക്കും. ഇന്നു മുതൽ നമുക്കിടയിൽ വക്കീലും കക്ഷി എന്ന ബന്ധം പോലും ഉണ്ടായിരിക്കില്ല. ഇതുവരെ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. സച്ചി, ഞാനൊന്ന് പറയട്ടെ. വിടും. പോവല്ലേ സച്ചി, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്ക്. ഡോക്ടർ അങ്കിളെ, എന്താ മോളെ? എനിക്ക് എപ്പോ വീട്ടിൽ പോവാൻ പറ്റും? മോൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോണോ? ഇവിടെ കിടന്ന് ബോറടിക്കുക. ശരി, എന്നാ പിന്നെ നാളെ തന്നെ പൊയ്ക്കോ. സത്യം? സത്യം. മോളെ നാളെ ഡിസ്ചാർജ് ചെയ്യാം. എന്താ ഇപ്പൊ ഹാപ്പിയായോ? നല്ല ഹാപ്പിയായി. താങ്ക് യു ഡോക്ടർ അങ്കിൾ. പക്ഷെ വീട്ടിൽ പോയാലും ഡോക്ടർ അങ്കിൾ തന്നുവിടുന്ന മരുന്നെല്ലാം കഴിക്കണം. പറയുന്നത് പോലെ കേൾക്കണം. ഓക്കെ ആണോ? ഞാൻ ഓക്കെയാ. മിടുക്കി. എന്നിട്ട് 10 ദിവസം കഴിയുമ്പോ ചെക്കപ്പിന് വരണം. അപ്പൊ ശരി, നാളെ പോകാൻ റെഡി ആയിക്കോ.
നിങ്ങളൊന്ന് വരൂ. ഓ, ഇപ്പൊ വരാട്ടോ. ഇരിക്കൂ. ഗൗരിമോളുടെ സന്തോഷം കണ്ടില്ലേ? ആ സന്തോഷം അവളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവണം. ഡോക്ടർ പറയുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്യാം. എന്റെ മോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയുകയോ ചെയ്യുകയോ ഇല്ല. നല്ലത്. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് മോളെ ഡിസ്ചാർജ് ചെയ്യാം. രോഗം പൂർണ്ണമായും ഭേദമാവാൻ ഇനിയും സമയമെടുക്കും. അതുവരെ രണ്ടുപേരും മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും ഡോക്ടർ. നിങ്ങൾ ഇരുവരുടെയും കരുതലാണ് ഇനി അങ്ങോട്ടുള്ള കുഞ്ഞിന്റെ ലൈഫിൽ സെക്യൂരിറ്റി ഡിസൈനിങ് ഫാക്ടർ. അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഒരു വിഷമവും എന്റെ മോളെ ഞാൻ അറിയിക്കില്ല. ഗുഡ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാർക്കാണ് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത 6 മാസം ഒരു നിമിഷം പോലും സമൃദ്ധയുടെ ശ്രദ്ധ കുറയാൻ പാടില്ല. മോളുടെ ഭക്ഷണം, ഉറക്കം, സമയത്തിന് മരുന്ന് കൊടുക്കുക. ഒരു ചെറിയ ക്ഷീണം പോലും മോൾക്കുണ്ടായാൽ അതുപോലും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഉറക്ക തുമ്മിയാൽ പോലും അതീവ ജാഗ്രത വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഒരു വലിയ ഉത്തരവാദിത്വമാണ് സമൃദ്ധയെ ഞാൻ ഏൽപ്പിക്കുന്നത്. അടുത്ത 6 മാസം ഗൗരിമോളുടെ ജീവിതക്രമം തീരുമാനിക്കുന്നത് അമ്മയാണ്. ഓരോ 10 ഡേയ്സിലും ചെക്കപ്പിന് കൊണ്ടുവരണം. മുടങ്ങരുത്. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ അപ്പോൾ തന്നെ എന്നെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയോ ചെയ്യണം. ചെയ്യാം ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കും. അത് മതി. 1-2 വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും രോഗം മാറി ഗൗരിമോള ആരോഗ്യവതിയായി മാറും. പിന്നീട് ഒരിക്കലും അവളുടെ ലൈഫിൽ ഇങ്ങനെയൊരു രോഗം ഉണ്ടാവില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടറോട് ഈ ജീവിതം മുഴുവൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. ഇറ്റ്സ് ഓക്കെ. പ്ലീസ് ക്യാരി ഓൺ.